കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ബാലൻസ് ആണോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ കയറി വരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ടൈം ലൈനിൽ കൂടുതൽ വരുന്ന കുറേ വീഡിയോസ്, അതുകൊണ്ടാണ് അത് തന്നെ എടുക്കേണ്ടി വന്നിട്ടുള്ളത്. എനിവേ, ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. വെരി ബാഡ് എക്സ്പീരിയൻസസ് ഫ്രം ഫിസിക്കൽ അബ്യൂസ്. അതായത് ബെൽറ്റിലിട്ട് അടിക്കും, ബെൽറ്റിൽ ബക്കിലിട്ട് അടിച്ചിട്ടുണ്ട്, എന്റെ കാലൊടിച്ചിട്ടുണ്ട്. എനിക്ക് പുറത്ത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഐ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് മതം റിസീവിംഗ് ഓഫ് റിലീജിയൻ എന്നുള്ള സാധനമില്ല നമ്മുടെ ഹിന്ദുസത്തിൽ. അതുപോലെ നമുക്ക് മതം കൺവേർഷൻ എന്നുള്ള സാധനമില്ല. റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളെ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ ആരും എന്താണെന്ന് അറിയുന്നില്ല, അവരുടെ സെന്റിമെന്റിൽ വീഴും. ആൻഡ് ദെൻ വി ഫോൾ ടു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞു വരും. അപ്പം അവിടെ തുടങ്ങുകയാണ് അവർക്ക്. അത് ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, സമൂഹം സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാനൊരു മുസ്ലിം ആയിരുന്നിട്ട് ഞാനൊരു വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ മതത്തിൽ നിന്ന് എന്നെ ഒതുക്കി വെക്കപ്പെടും. അത് പറ്റത്തില്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഹിന്ദുസത്തിലില്ല. നമ്മൾ മതത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത്. വി ആർ റെഡി. ഇപ്പൊ നമ്മുടെ റിലേഷൻഷിപ്പ് ആയി, ഇപ്പൊ അന്യ മതത്തിലുള്ള കല്യാണം കഴിക്കാൻ വേണ്ടി വരാണെങ്കിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദം ലൈക്ക് ദാറ്റ്. വി നെവർ എവർ ഫോഴ്സ് ദം ടു ബി എ ഹിന്ദു. പക്ഷേ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് പറയാണ്. അവിടെ ഫസ്റ്റ് വരുന്നത് മതത്തിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മതത്തിൽ ഇത്രയും ദൈവങ്ങളില്ലേ, ഇതിൽ എവിടെയാണുള്ളത്? അങ്ങനെ പറഞ്ഞ് പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കും. ലാസ്റ്റ് കൺവേർഷൻ കമ്പൽസറി ആക്കി മാരേജ് വരെ ഇവൻ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിക്കാഹ് വരെ ചെയ്യണം എന്ന രീതിയിലാക്കും. ദിസ് ഇസ് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദാണ്. പക്ഷെ ഞാനത് വലിയൊരു കോൺട്രവേഴ്സി റിലേഷൻഷിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. ലേറ്റർ എനിക്ക് ഓപ്പൺലി പറയാം, ഹിന്ദു മഹാസമാജത്തിന് താഴെ ഹിന്ദു ഐക്യവേദി കൊച്ചി അവരാണ് തട്ടമിട്ട് നടന്ന എന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ഐ എം സേയിങ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. എന്നെ അവർ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഒരു നിയർലി ഒരു 1 month എന്നെ ഫുൾ സെക്യൂരിറ്റി. എനിക്ക് ഫുഡ് സത്യം പറഞ്ഞാൽ അടിച്ച് ഞാൻ ലിറ്ററലി ഫിസിക്കലി അത്രയും വീക്ക് ആയിരുന്നു. ഫുൾ ദേഹത്ത് നീലിച്ച് വയ്യാണ്ടായി കിടന്നു. എനിക്ക് ആയുർവേദ മസാജ് അവിടെ പോകുന്നു, ഇവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ കൊണ്ട് നോക്കുന്നു, എനിക്ക് ഉറക്കം ശരിയാക്കുന്നു, ഫുഡ് തരുന്നു. ആ ട്രോമ വാസ് വെരി ബാഡ്. ഏതായാലും ഈ പെൺകുട്ടിയുടെ ഫുൾ വേർഷൻ നെറ്റിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്ലേ ചെയ്യാം ഇതിന് ശേഷം, എനിക്ക് പറയാനുള്ള പറഞ്ഞതിന് ശേഷം. ബഷീറാണ് ഈ പറയുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. എന്നാൽ അത് തെളിവ് ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബഷീർ ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒറ്റ കാരണം, ഒരേ സമയം അറ്റ് എ ടൈം 3 പെൺകുട്ടികളെ ഉപദ്രവിക്കുക മാത്രമല്ല പറ്റിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അയാളെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാനാവത്തില്ല. ആസ് എ മുസ്ലിം ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളൊരു ഇസ്ലാം ആണെന്ന് പറയാൻ തന്നെ എനിക്ക് അപമാനമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ അപമാനിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഞാനും കൂടെ പ്രതിനിധീകരിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ ഇത്രയും വൾഗാരിറ്റി അത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇയാളാണ്. ഇപ്പോൾ ഈ അയ്യരുട്ടി പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അയ്യറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രേയയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ശ്രേയയോട് എൻ്റെ ഒരു ചോദ്യം, ശ്രേയ മുഴുക്ക ഇത് ഇസ്ലാം മതത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുന്നു. കൺവേർട്ട് ചെയ്താൽ മാത്രമേ സ്വീകരിക്കൂ എന്നൊരു ടേം പറയുന്നുണ്ട്. ഇത് ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കുന്ന കുറേ മനുഷ്യർ അവരുടേതായ രീതിയിലുള്ള കുറേ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പം അയ്യരുകുട്ടിയുടെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുറേ നിയമങ്ങൾ ഉണ്ടാകും. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, പുറത്തുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെന്ത് മറുപടി ആയിരിക്കും നിങ്ങൾ കൊടുക്കുക? കുറച്ചുകൂടെ ബാലിശമായി പോകും അത്. എന്നാൽ ഞാൻ കുറച്ചുകൂടെ ഡെപ്തിൽ പറയാം. ശ്രേയ ഈ ബഷീറിനെ കാണുമ്പോൾ, ബഷീർ സിംഗിൾ ആയിരുന്നു. ബഷീർ അപ്പോൾ ആദ്യം ഒരു പെണ്ണിനെ, സോനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അതിൽ കുട്ടിയുമുണ്ട്. രണ്ടാമത്തെ കുട്ടി ഉണ്ടോ എന്ന് അറിയത്തില്ല, ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞുള്ള ഭാര്യ കൂടെ ഉള്ള ഒരു പുരുഷനെയാണ് ശ്രേയ സ്നേഹിച്ചത്. അപ്പൊ ശ്രേയയുടെ അടുത്ത് എന്ത് എത്തിക്സ് ആണ് ഉണ്ടായിരുന്നത്? ഇനി സ്നേഹിച്ചതോ പോട്ടെ, മതം മാറി അവനിലേക്ക് എത്തണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പേര് 2ാം കല്യാണത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്. അതിൽ ഹേമമാലിനിയുടെ ഹസ്ബൻഡ് വരും. ഹേമമാലിനിയൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. മതം സ്വീകരിച്ചതിന്റെ കാരണം അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ കൊള്ളാം അല്ലേ? അപ്പോഴും ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റാത്തവരാണ് അങ്ങനെ. അതേസമയം ഹിന്ദുമത വിശ്വാസത്തിൽ മുൻ കാലഘട്ടങ്ങളിലൊക്കെ 10ഉം 12ഉം കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല, 2 പേരെ ഒരേ സ്ഥലത്ത് വെച്ചോണ്ടിരിക്കാൻ കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. വളരെ വൾഗാരിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തലാക്കി ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. നിയമം വന്നിട്ട് ഒരു 10-80 വർഷം പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിൽ പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതും ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ, ഈ യുദ്ധ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആണുങ്ങൾ നഷ്ടപ്പെട്ട് പെണ്ണുങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വിധവകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഗതിയാണത്. ആ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ നിരാലംബരായി നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് പക്ഷേ നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ സമ്മതം വേണം. സമ്മതം മീൻസ് അവര്
പൂർണ്ണമായും പരിഗണിക്കപ്പെടണം. ഈ സ്ത്രീയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമോ അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിലോ സ്വത്തിലോ എന്തെങ്കിലും കുറവോ വന്നാൽ ഇത് സാധുതയുള്ള കാര്യമല്ല. അത് വലിയൊരു നിയമം ഇതാണ്. അതിൻ്റെ ഇതിലേക്കൊന്നും പോകുന്നത് ഞാൻ പലപ്പോഴും പല വീഡിയോയിൽ ഞാനത് പ്രതിപാദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇതിനകത്തൊരു ധാർമ്മികത നിങ്ങൾ ഇതിനകത്ത് കുത്തിച്ചേർക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളെ ഹിന്ദു ഐക്യവേദിയോ മറ്റോ ഒക്കെ പിടിച്ചോണ്ട് പോയി ഇപ്പം ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു കാര്യമാണ് ഈ ലക്ഷ്മി പ്രിയ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നല്ലോ. ലക്ഷ്മി പ്രിയ അപ്പുറത്തോട്ട് പോയി അവിടെ പോയിരുന്നു കൊണ്ട് ശിവോഹോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു റീസെൻ്റ്ലി വന്ന ഒരു പ്രോഗ്രാമിൽ കൂടെ അവർ ആ വാക്യങ്ങൾ അവിടെ എങ്ങോട്ട് വിളിച്ചു പറയുന്നില്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്ന കണക്ക് അതിനകത്തോട്ട് കയറി വന്നിട്ട് കുറേ ഭാഗവതവും രാമായണവും ഒക്കെ വിളിച്ചു പറയുമ്പോൾ എന്തോ കിട്ടുമെന്നാണ് അവൾ തെറ്റിദ്ധരിക്കുന്നത്. അവൾ അത് വിടുന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളാരും അത് ലവ് ജിഹാദ് ആണെന്നോ അല്ലെങ്കിൽ ലവ് ക്രൂസഡ് ആണെന്നോ അല്ലെങ്കിൽ ലവ് ഹിന്ദുയിസം ആണെന്നോ ഇതൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. പ്രണയിക്കുന്നവർ തമ്മിൽ അവർക്ക് എടുക്കാനുള്ള തീരുമാനമാണത്. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാകും. ഈ ഇപ്പം പറയുന്ന ക്രിസ്ത്യൻസ് മുസ്ലിം വിവാഹം കഴിക്കാറുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ ഒരു ചട്ടരീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ വെച്ച് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മതം മാറിയേ പറ്റുള്ളൂ. അത് മുസ്ലിംസിൻ്റെ മാത്രം ഒരു കസ്റ്റമല്ല, ഇസ്ലാമിൽ മാത്രമുള്ള കസ്റ്റമല്ല ഇത്. ഹിന്ദുയിസത്തിൽ അതില്ല. എന്തുകൊണ്ടില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാതെ അറിയത്തില്ലേ? അത് ഭയങ്കരമായ മാനസിക വിശാലത കൊണ്ടൊന്നും അല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അവിടെ മറ്റൊരു ജാതി അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനെ മേൽജാതിക്കാരൻ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പണ്ട് കാലഘട്ടങ്ങളിൽ കുറേ ന്യൂസ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ റീസെൻ്റ്ലി ഐ തിങ്ക് ഒരു 2-3 years ബിഫോർ ഒരു പുലീസ് സമുദായത്തിലുള്ള പയ്യനെ പ്രണയിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈഴവ സമുദായത്തിലൊരു പെൺകുട്ടിയെ സ്വന്തം അപ്പൻ നെഞ്ചത്ത് കത്തി കയറ്റി കൊല്ലുന്നുണ്ടായിരുന്നു. എത്രയിടത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾ മുഴുവൻ കുഴപ്പമാണ് എന്ന് നമ്മൾ പറയുമോ? അങ്ങനെ അല്ലാതെ ഇപ്പം പിന്നെ കൃഷ്ണകുമാറിൻ്റെ മകള് അത് പിന്നെ ബ്രാഹ്മണനായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തായിരിക്കാം. അല്ലെങ്കിലും ആ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ ഉള്ള ഹിന്ദു മതവിശ്വാസികൾ ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ജാതി അടിസ്ഥാനത്തിലൊന്നും വേർതിരിവുകളില്ല. അനുഭവിക്കുമായിരിക്കും, ഉള്ളിലൊക്കെ അനുഭവിക്കുമായിരിക്കും, പക്ഷേ ഇല്ല, അവരത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ ചെയ്തത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നുള്ള നരേഷൻ എന്താണ്? ശ്രേയ ഈ വിഷയത്തിൽ വന്നിട്ട് ലവ് ജിഹാദിനെ പറ്റി പറയുന്നത് തികച്ചും എന്താ പറയുക, ബാലിശമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ശ്രേയ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തി ഒരു വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അപ്പനുമായിരുന്നു. ആ സ്ത്രീയുമായിട്ട് അവർക്ക് വിവാഹമോചനമോ യാതൊരു പ്രശ്നമോ ഇല്ല. ആ സ്ത്രീയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച് വളർന്ന സ്ത്രീയാണ്. അവരെ മതം മാറ്റി അവൻ്റെ ഒപ്പം കൂട്ടി. അതും പ്രണയ വിവാഹമാണെന്ന് ഓർക്കണം. ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നുന്നത് മനസ്സിലാവും. കാണുന്നവരടുത്തൊക്കെ പ്രണയം തോന്നുന്നെങ്കിൽ അത് എന്ത് തരം പ്രണയമാണെന്ന്, അത് കാമപ്രാന്താണ്, അല്ലാതെ പ്രണയമല്ലത്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. അത് ഈ കോമൺ സെൻസ് ഇല്ലാത്ത രണ്ട് കഴുതകളാണ് അയാൾക്കൊപ്പം താമസിക്കുന്നത്. ഞാൻ കഴുതയെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതും കൊണ്ടുവരും. എന്നാലും പറയുകയാണ്, ഈ ഒരു വിഷയത്തിൽ ഇയാളെ എതിർക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഇയാളെ ഫോളോ ചെയ്തുകൊണ്ട് 2 ടീമുകൾ വന്ന് അതിൽ ഒരു ടീം ഓൾറെഡി സെപ്പറേറ്റഡ് ആയി. ഒരു കാരണവശാലും ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ആ പൊസിഷനിലേക്ക് വേറൊരാളെ കൊണ്ടുവരുന്നത്. ആണിനും പറ്റൂല, ആണും അത് അംഗീകരിക്കത്തില്ല. വളരെ പ്രശ്നമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണത്. സ്വന്തം ഇണയെ പങ്കുവയ്ക്കാൻ ലോകത്തൊരാളും അനുവദിക്കത്തില്ല, സമ്മതിക്കും. പക്ഷെ നിങ്ങളുടെ ഇതിനകത്ത് അതുണ്ട്. പാഞ്ചാലി 5 പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അറിയത്തില്ലേ? അതേപോലെ ഏത് ദൈവത്തിൻ്റെ അടുത്ത് നോക്കിയാലും 2 പേര് അപ്പുറം ഇപ്പുറം ഉണ്ട്, ശിവഭഗവാൻ ഒഴിച്ചിട്ട്. ബാക്കി എല്ലാവർക്കും ഉണ്ട് 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെയാണ്. നിങ്ങൾ ജനറലൈസ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരുമ്പം ഇപ്പോൾ ഉള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എത്ര പേരെ നിങ്ങൾ അങ്ങനെ കണ്ടൊരു ബഷീർ കണ്ടുകൊണ്ടാണോ നിങ്ങളിത് പറയുന്നത്? വേറെ ഇവിടെ എത്രയോ പ്രമുഖരുണ്ട്, എത്രയോ ഇസ്ലാമിയരുണ്ട്. അവരാരെങ്കിലും ഒരേ സമയം 2 പേരെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോമൺ സെൻസ് ഉള്ളവർ ഒരു കാരണവശാലും ഇത്തരം വൾഗാരിറ്റി അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഇതേപോലൊരു യൂട്യൂബർ ഉണ്ട് നോർത്ത് സൈഡിൽ. പുള്ളി ഹിന്ദുമത വിശ്വാസിയാണ്, പക്ഷേ 2 പേരെ ഒന്നിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അയാൾ മുസ്ലിം മതം സ്വീകരിച്ചിട്ടാണ് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിലുള്ള ഈ ഒരു സംഗതിയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു? എന്താണത് പറഞ്ഞത്? നിജപ്പെടുത്തി കൊടുത്തത് എത്രയാണ്? ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിജപ്പെടുത്തലുകൾ അതിനകത്തുമുണ്ട്. പക്ഷെ അത് കൃത്യമായി ആരും ഫോളോ ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ആദ്യത്തെ ഭാര്യയ്ക്ക് പരാതി പറയാം, പരാതി രേഖപ്പെടുത്താം. അവർ പൂർണ്ണമായി സംതൃപ്ത അല്ലെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇവന്റെ വിജയവും അതാണ്. ആദ്യത്തെ ആ വെങ്കു ഓക്കെ എന്ന് പറയുന്നു,
അവൾക്ക് സമ്മതമാണ്. അവൾക്ക് അവളുടെ സ്പേസ് നഷ്ടപ്പെട്ടത് കുഴപ്പമില്ല. ഈ ഭർത്താവിനെ വിൽക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ലേ, പണത്തിന് വേണ്ടിയിട്ട് രണ്ടാമത്തോക്ക് വിറ്റു കൊടുക്കുന്ന ഒരു പേര്, അതുപോലത്തെ ഒരു മോഡലാണ് അവർ ലഡ് ചെയ്യണത്. നീ അവിടേക്ക് ഓടിക്കയറി, നിനക്ക് ആത്മാഭിമാന ബോധം ഉള്ളത് കൊണ്ട് നീ ഇറങ്ങിപ്പോന്നു, അത് സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ അർത്ഥം ഇസ്ലാമിയർ അങ്ങനെയാണ്, ആ ഒരു നരേഷൻ്റെ ആവശ്യമല്ലെന്നുമുണ്ടോ? ഇവിടെ എത്രയോ പേര് ഹിന്ദു മതവിശ്വാസത്തിലേക്ക് പോകുന്നു. പോട്ടെ, ഇനി ഞാൻ ഇസ്ലാമും ഹിന്ദുവും ഒക്കെ വിട്ടിട്ട് ഞാൻ നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഭാര്യയെ എടുക്കാം. ചിത്ര ക്രിസ്ത്യാനി അല്ലായിരുന്നോ? ഇപ്പൊ എല്ലാവരും കാണുന്നതാണ്. ചിത്രയുടെ മക്കളൊക്കെ ക്രിസ്ത്യാനിയാണോ? ചിത്ര ക്രിസ്ത്യാനിയായിരുന്നു. ആ മതം വിട്ട് ഷാജി കൈലാസിന്റെ മതം സ്വീകരിച്ച് അവർ ജീവിക്കുന്നില്ലേ? അതുകൊണ്ട് അത് നിങ്ങൾക്ക് ജിഹാദായിട്ട് തോന്നത്തില്ലേ? മെയിൻ സ്ട്രീമിൽ ഇരിക്കുന്ന ഒത്തിരി പേര് അങ്ങനെയുണ്ട്. അവരൊക്കെ മതം വിട്ട് വന്നിട്ടുണ്ട്. ഷഹാന എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് തന്നെ ഈ സീരിയൽ ആക്ട്രസ് ആയിട്ടുണ്ട്. ഷാഹിന എന്നാണെന്ന് തോന്നുന്നു പേര്. ആ കുട്ടിയും മതം വിട്ട്, അർജുനെന്നോ അങ്ങനെ എന്തോ ആണ് ഭർത്താവിന്റെ പേര്, ഹിന്ദു ആയ ഒരാൾക്കൊപ്പം പോയിട്ടുണ്ട്. അതിനെന്താ ഇപ്പൊ പ്രശ്നം? നമ്മളാരും പരാതിയും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് വരുന്നില്ല. ഇപ്പൊ റീസെന്റ് ഒരു ഉസ്താദിന്റെ ഭാര്യ ഒരു കുട്ടീനെ കൊണ്ടൊരു ഹിന്ദുവിനോട് ഇറങ്ങിപ്പോയി. എന്നിട്ടോ അതെന്തായിട്ട് വരും? ലവ് ജിഹാദ് എന്ന് പറയത്തില്ലേ? എന്തായിട്ട് വരും എന്നൊന്ന് പറഞ്ഞു തരാമോ? എന്തിനധികം രാജീവ് ഗാന്ധി സോണിയാഗാന്ധി കല്യാണം കഴിച്ചു. എന്ത് തരം ജിഹാദാണത്? പറഞ്ഞാണ്. സോണിയാഗാന്ധി ക്രിസ്ത്യൻ ഇതിനകത്തുള്ളതാണ്. എന്നിട്ട് അവരിപ്പോ എന്തായിട്ട് ജീവിക്കുന്നു? അവരുടെ മക്കൾ എന്തായിട്ട് ജീവിക്കുന്നു? പ്രിയങ്ക എന്ന് രാഹുൽ എന്നല്ലേ പേരിട്ടിരിക്കുന്നത്, അല്ലാതെ ആൽബർട്ട് എന്നൊന്നും അല്ലല്ലോ പേരിട്ടിരിക്കുന്നത്. അതിനകത്ത് വ്യക്തമല്ലേ? അപ്പൊ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ വന്നു ചേരുന്നതെന്ന് ഓർക്കുക. അതിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ വന്നു ചേരും. നിലനിൽപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് റെസ്പെക്ട് എന്നുള്ളതാണ്. ആ റെസ്പെക്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് പലരും അതിൽ നിന്ന് ചാടിപ്പോകുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ ബേസ് ചെയ്തിട്ട് പറയ സമുദായത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്രിസ്ത്യൻസിന് ആകാം, നമുക്ക് ഈ പറയ സമുദായത്തിനെ ഒതുക്കി വെക്കുന്ന ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പൊയ്കയിലപ്പച്ചൻ ക്രിസ്ത്യാനിറ്റിയെ പോയി എടുത്തത്. അവസാനം ഇതിനേക്കാൾ വലിയ പ്രശ്നം അതിനകത്തുണ്ടെന്ന് മനസ്സിലായി. ലത്തീൻസിന് വേറെ, മാർത്തോമ വേറെ, കാത്തോലിക്സ്, ബ്രാഹ്മണർ മതം കൂടിയതെന്നുള്ള രീതിയിൽ ഇങ്ങനെ വേർതിരിവ് അവിടെ വന്നപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വെറും പോഷ്കാണെന്ന്. അദ്ദേഹം ബൈബിള് കത്തിച്ചിട്ട് ദോ അവിടെ പൊയ്കയിൽ അപ്പച്ചനായിട്ട് അവിടെ കയറി കുത്തിയിരിപ്പുണ്ട്. അതുകൊണ്ട് എന്താണ്, പറയ സമുദായത്തിലുള്ള ഒരു മനുഷ്യൻ പോലും ചുമ്മാ നടക്കുന്നില്ല. എല്ലാവർക്കും ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലിയുണ്ട്. കുടുംബത്തിലെ ഒരു വ്യക്തിക്കെങ്കിലും ഗവൺമെന്റ് ജോലിയുള്ള ഒരേ ഒരു സമുദായമായി പറയ സമുദായത്തിന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. പൊയ്കലപ്പച്ചൻ്റെ ഇതിൽ പോയി ചേർന്ന അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അവരുടെ ജീവിത രീതിയെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഇത്. ഞാനും എൻ്റെ അമ്മയും മക്കളും എൻ്റെ ഭാര്യയും അഞ്ചംഗം ദൈവമെന്ന് അയാൾ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. സത്യത്തിൽ അയാൾ സൊസൈറ്റിയെ കളിയാക്കിയതാണ്. ബട്ട് അത് ട്രസ്റ്റ് ചെയ്ത് കൂടെ പോയവർക്കൊക്കെ ബെനിഫിറ്റ് ഉണ്ടായി. അപ്പം ഈ ഒരു വിഭാഗത്തിൽ മാത്രമേ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ ഉള്ളൂ. അപ്പം ഇതിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു പേക്കൂത്ത് പറയുമ്പം ഞാനും വിക്റ്റിമാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. നീ വിക്റ്റിമാണ്. എന്തിൻ്റെ വിക്റ്റിമാണെന്ന് അറിയുമ്പോൾ പ്രണയത്തിൻ്റെ വിക്റ്റിമാണ്. നീ പ്രണയിക്കുമ്പോൾ കോമൺ സെൻസ് ഇല്ല, നീ പ്രണയിച്ചു, മറ്റൊരുത്തിയുടെ ഭർത്താവിനെ പ്രണയിച്ചു, അവിടെ നിനക്ക് പോയി, കയ്യേന്ന് പോയി. പിന്നെ അവിടെ നിന്ന് ഊരിക്കൊണ്ട് ഓടുക എന്നല്ലാതെ അവിടെ കിടന്ന് തിത്തയ്യ കളിച്ചിട്ട് കാര്യമില്ല. പിന്നെ നിന്നെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഗാർഹിക പീഡനമാണടി, കേസ് കൊടുക്കണം. നീ അവിടെ എവിടെ ഇരുന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അവനെതിരെ ശക്തമായി ഇപ്പോഴും നിനക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. നിന്റെ ദേഹത്ത് ഒടിഞ്ഞ എല്ലുകളുടെ കണക്കെടുക്കുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. നമ്മുടെ ദേഹത്ത് ചെറിയ വയസ്സിൽ ഒടിഞ്ഞാൽ പോലും അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ഒടിഞ്ഞിട്ടുണ്ട്, ഇത്ര പ്രാവശ്യം ഇങ്ങനെ രീതിയിൽ എന്ന് കൃത്യമായി തരും. അത് കൊണ്ടുപോയി നീ ഒരു പെറ്റീഷൻ ഫയൽ അവനെ പിടിച്ച് ജയിലിലിടും. അതല്ലേ ന്യായം? ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നില്ല, അതിൽ പെടും. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ നിയമങ്ങളുള്ളത്. നീ കൂടെ പോയത് നിന്റെ തെറ്റല്ലേ? അത് നീ എന്താ ഓർക്കാത്തെ? ഇപ്പോൾ ഒരു പെണ്ണ് അവിടെ ഉണ്ട്, സത്യത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ അവഹേളനം നേരിടുന്ന ഒരു സുന്ദരി കുച്ചി എന്ന് പറയുന്നത് അവൻ്റെ മൂന്നാമത് അവൻ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണാണ്. ഞാൻ ഭാര്യയെന്ന് പോലും പറയത്തില്ല. ആ പെണ്ണാണ് ഏറ്റവും കൂടുതൽ അവഹേളനം നേരിടുന്നത്. മറ്റവള് ക്ലവറാണ്, അവളെ വേണ്ടെന്ന് അവൻ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ പോലും അവൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലെല്ലാം വരുത്തി തീർത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു സന്തോഷമൊന്നും അവർക്ക് ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറിയത് മുന്നേ ഇപ്പോൾ കുറേ വാഴത്തോരന്മാർ ഓടിക്കൊണ്ടുവരും. അവരവരുടെ ലൈഫ് കൊണ്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് അസൂയയാണോ? സായി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഇത്രയും ടോപ്പ് ഇതിൽ നിൽക്കുന്ന സായി ചോദിച്ച ചോദ്യമാണ് എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് അസൂയയാണോ അവരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടെന്ന്. അത്രയ്ക്ക് വിവരമാണ് അവനുള്ളത്. അവൻ അത്രയും ഫോളോവേഴ്സ് ഇരിക്കുന്നത്, അത്രയും വിവരദോഷികളായ ഫോളോവേഴ്സാണ് അവനിക്കുള്ളതെന്നാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. ഇതിപ്പോൾ ഇപ്പോഴല്ല കേട്ടോ, 3-4 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് തുള്ളിക്കൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. എന്തിന് കേസ് കൊടുക്കണം? നീയും നിന്റെ പെണ്ണുങ്ങളും കിടന്ന് കാണിക്കുന്നത് പബ്ലിക്കിലാണ്. അത് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ തുള്ളിച്ചെന്ത് തീർന്നു. അത് കേട്ടുകൊണ്ട് പേടിച്ച് വേറെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി മാപ്പും പറയണ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ വല്ലയിടത്തും ഇരുന്നു കൊണ്ട് ഈ സംഘവാദത്തിന് ഉത്തരവ് പറയാതെ അവനവൻ്റെ തെറ്റിലേക്ക് നോക്കുക.
നിന്റെ കയ്യിലെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിൽ നിനക്ക് എന്താ ഉത്തരവുള്ളത് അത് പറഞ്ഞേ. അതേപോലെ ഇവളെയും തൂക്കി പിടിച്ചോണ്ട് വരുന്നവർ ഓർക്കുക, വ്യഭിചാരത്തിന് പോയ പെണ്ണിന് അതിൻ്റെതായ തക്കതായ ശിക്ഷ കിട്ടി, അത്രേ ഉള്ളൂ. അത് വ്യഭിചാരമാണ്, അതൊരിക്കലും ഒരു വിവാഹ ജീവിതമായിട്ട് പരിഗണിക്കപ്പെടത്തില്ല. ആ സ്ത്രീക്ക് സമ്മതം ഉണ്ടായിരുന്നോ? ആ സ്ത്രീ ഈ സ്ത്രീയെ തന്നെ സമ്മതിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാ. അവളെയും കൂടെ സമ്മതിക്കണം. അതേപോലെ ഒരു നരാധമന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്ന ആ സ്ത്രീയെ ലോകത്താർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? സൊസൈറ്റിക്ക് അവൻ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇത് പറയാനുള്ള റൈറ്റ്സോ ഗട്ട്സോ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനില്ല. പേടിയാണ് അവർക്ക്, അവൻ്റെ സ്വത്ത് വകകൾ അല്ലെങ്കിൽ അവൻ എന്തോ ഇതാക്കുമെന്നാണ്. നിങ്ങൾക്ക് ഒരു കാര്യം സോഷ്യൽ മീഡിയ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് കോടതിയിലും പറയാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുവരാവുള്ളൂ. അല്ലാത്ത കാര്യം നമ്മൾ പറയാനും പോകരുത്. അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർക്ക് ഒരു കേസും പേടിക്കേണ്ട കാര്യമില്ല. കോമൺ സെൻസ് ആണ്. യൂസ് യുവർ കോമൺ സെൻസ്. ഈ ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഈ വായ്ത്താളം അടിക്കുന്നവർ 2 ദിവസം മുമ്പ് ലക്ഷ്മി പ്രിയയ്ക്ക് നടന്നത് എന്താണെന്നും കൂടെ നമ്മളെടുത്ത് പറയണം. ലക്ഷ്മി പ്രിയ ഇവിടുന്ന് മതം മാറി അപ്പുറത്ത് പോയില്ലേ? പക്ക പറയുന്നു, എൻ്റെ വിവാഹത്തോടു കൂടി എൻ്റെ കുട്ടികൾക്ക് വേണ്ടി, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ മതം മാറി എന്നാണ് പറയണത്. അല്ലാതെ ആ മതം ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോയതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണിലെ കരടെടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ തോട്ടി പറിക്കാൻ പോവാ. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ നെഗറ്റീവ് കൊണ്ട്? അതും ഈ നൊയമ്പ് കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാനാണെങ്കിൽ എമ്പാടുമുണ്ട്. ഇതിങ്ങനെ കയറി വന്നതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഇത് എടുക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കമൻസ് ഒക്കെ വന്ന് നമ്മൾ മറുപടി പറയും, അത് വേറെ കാര്യം. പിന്നെ ഞാൻ എന്താ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്ന് പറയണ ആരോ കളിയാക്കുന്നുണ്ടായിരുന്നു. അല്ല പിന്നെ എന്തോന്ന് പറയണം? വേറെന്താ പറയണ്ടേ? GPay ഇടാൻ പൈസ ഇടൂ, എങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനല്ലേ പറഞ്ഞത്. താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിർബന്ധമില്ലെന്നേ, ഒരു നിർബന്ധവും ഇല്ല. താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, അവർ ചെയ്തോളൂ. കമൻസ് ഇടണേ. നന്ദി.